ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. രാമായണം സീതാ സ്വയംവരമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ രാമ ലക്ഷ്മണന്മാരുടെ വിവാഹത്തിനുള്ള മുഹൂർത്തം കുറിച്ച് അതിൻ്റെ കൂടെ തന്നെ രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ജനക മഹാരാജാവിൻ്റെ 4 പുത്രിമാർക്ക് വിവാഹം ചെയ്ത് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ കല്യാണ കാര്യങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വായിക്കാം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഗുരുഭ്യോ നമ. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ഗണേശായ നമ, സരസ്വതിയെ നമ. ചിത്രമായിരിപ്പൊരു മണ്ഡപം അതും തീർത്ത് മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി നാനാരത്നമണ്ഡിത സ്തംഭ തോരണങ്ങളും നാട്ടി രത്നമണ്ഡിത സ്വർണപീഠവും വച്ചു ഭക്തിയ ശ്രീരാമപാദാംബോജം കഴുകിച്ചനന്തരം ഭേരിദുന്ദുബി മുഖ്യവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൻ പുത്രിയാം വൈദേഹിയെ രാമനു നൽകിയിടിനാൻ ജനകമഹേന്ദ്രനും. അപ്പോൾ ജനകരാജാവ് രാമന് തൻ്റെ പുത്രിയെ കൊടുക്കുന്നതിന് മുമ്പ് ശ്രീരാമപാദാംബോജം, ശ്രീരാമൻ്റെ പാദങ്ങൾ കഴുകുന്നു എന്ന് പറയാം. ശ്രീരാമൻ്റെ പാദങ്ങൾ അത്രയും വിശിഷ്ടമാണ്, വിഷ്ണുപാദങ്ങളാണല്ലോ. അപ്പോൾ ആ പാദങ്ങൾ കഴുകി ആ സമയത്ത് ഭേരി ദുന്ദുഭി വാദ്യങ്ങളൊക്കെ മുഴങ്ങി എന്നാണ് പറയുന്നത്. ഹോമമൊക്കെ കഴിച്ച്, അപ്പോൾ അതെല്ലാം ഒരു നമ്മൾ എന്ത് കാര്യത്തിനും വിഘ്നങ്ങളൊക്കെ വരാതിരിക്കാനും ഒക്കെ ഇതെല്ലാം നല്ലതാണ്. വൈദേഹിയെ രാമന് നൽകിയിടിനാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ വൈദേഹി സീതയാണ്, വിദേഹ രാജ്യത്തിലെ പുത്രി, ജനകൻ്റെ പുത്രി. അങ്ങനെ അവിടെ കല്യാണ മണ്ഡപത്തിൻ്റെ വിവരണങ്ങളൊക്കെ ഉണ്ട്. മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി രത്നമണ്ഡിത സ്തംഭതോരണങ്ങൾ, രത്നങ്ങളൊക്കെ പതിച്ച സ്തംഭങ്ങളൊക്കെയാണ് അവിടെ അലങ്കാരത്തിന് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നു. പിന്നെ തൽപാദതീർത്ഥം നിജ ശിരസി ധരിച്ചുടൻ ഉൾപുളകാംഗത്തോടെ നിന്നിതു ജനകനും. യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ഭൂദേശ വിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ. അപ്പോൾ രാമൻ്റെ കാല് കഴുകിയ വെള്ളം ജനക മഹാരാജാവ് ശിരസിൽ ധരിച്ചു എന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ അർത്ഥം ഏതൊരു പാദതീർത്ഥമാണോ മുനീന്ദ്രാദികളൊക്കെ തലയിൽ അണിയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ അതുപോലെ ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും കാമ്യാങ്കിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും. അപ്പോൾ ഭരതശത്രുഘ്നന്മാർ തമ്മുടെ പത്നിമാരായി ഊർമിള ലക്ഷ്മണനെയാണ് കല്യാണം കഴിച്ചത്. പിന്നെ കാമ്യാങ്കിമാരാം സുന്ദരികളായ ശ്രുതകീർത്തിയും മാണ്ഡവിയും. അപ്പോൾ അവർ ഭരതശത്രുഘ്നന്മാരുടെ പത്നിമാരായി എന്ന് പറയുന്നു. പിന്നെ പരമാനന്ദം പൂണ്ട് വസിച്ചാരെല്ലാവരും കുശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും മുന്നം നാരദൻ അരുൾ ചെയ്തു കേട്ടിരിപ്പു ഞാൻ എന്നുടെ മകളായ സീതാ വൃത്താന്തമെല്ലാം. പറയുന്നു വിശ്വാമിത്രൻ, കുശികാത്മജൻ വിശ്വാമിത്രനാണ്, വിശ്വാമിത്രനും വസിഷ്ഠനും ഇവിടെയുണ്ട്. അപ്പോൾ വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും, ചിരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്താ പറഞ്ഞത്? മുന്നം നാരദൻ അരുൾ ചെയ്ത് കേട്ടിരിപ്പു ഞാൻ എന്നുടെ മകളായ സീത വൃത്താന്തമെല്ലാം, എൻ്റെ മകളായ സീതയുടെ വൃത്താന്തം കഥയൊക്കെ ഞാൻ മുമ്പേ കേട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സീത എങ്ങനെയാണ് എൻ്റെ മകളായിട്ട് വന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. സീതയെ തനിക്ക് സിദ്ധിച്ച വിവരം പറയുന്നു. ദശരഥനും പുഞ്ചിരിയോട് അത് വിവരിച്ചു കൊടുക്കുന്നു. അതായത് ഒരു യാഗസ്ഥലം വൃത്തിയാക്കാൻ വേണ്ടി അത് ഉഴുന്ന സമയത്ത് ആ ഉഴവ് ചാലിൽ നിന്നാണ് സീതയെ ലഭിച്ചത്. അതാണ് അയോനിജ എന്ന് പറയുന്നത്. യോനിയിൽ കൂടെ ജനിക്കാത്ത
അത് ലക്ഷ്മി ദേവിയുടെ തന്നെ അവതാരമാണ് ശ്രീദേവി. അപ്പോൾ യാഗഭൂദേശം വിശുദ്ധ്യർത്ഥമായി ഉഴുതപ്പോൾ ഏകദാ സിതാമധ്യേ കാണായി കന്യാരത്നം. യാഗഭൂദേശം, യാഗം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലം വിശുദ്ധ്യർത്ഥമായി ഉഴുതപ്പോൾ, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വായിക്കണം. വിശുദ്ധ്യർത്ഥമായി എന്ന് പറഞ്ഞാൽ ശുദ്ധമാക്കാൻ വേണ്ടി ഉഴുതു മറിച്ചപ്പോൾ, ഏകദ ഒരിക്കൽ, സിതാമധ്യേ എന്ന് പറഞ്ഞാൽ ആ ഉഴുത് ആ സ്ഥലത്ത് ഒരു ഇങ്ങനെ ചാല് പോലെയൊക്കെ വരുമല്ലോ, ഒരു സ്ഥലം ഭൂമി ഉഴുത് മറിക്കുമ്പോൾ. അപ്പോൾ ആ സ്ഥലത്ത് കാണായി കന്യാരത്നം, ഒരു കന്യക, ഒരു പെൺകുഞ്ഞിനെ കണ്ടു. ജാതയായൊരു ദിവ്യ കന്യക തനിക്കു ഞാൻ സീത എന്നൊരു നാമം വിളിച്ചേനതുമൂലം പുത്രിയായി വളർത്തു ഞാൻ ഇരിക്കും കാലത്തിങ്കൽ അത്ര നാരദൻ എഴുന്നള്ളിനാനൊരു ദിനം. അപ്പം ഞാൻ ഈ സിതാമധ്യേ കണ്ടതുകൊണ്ട്, അതായത് ഉഴവുചാലിൽ നിന്ന് കിട്ടിയതുകൊണ്ട് ഞാൻ സീത എന്ന് വിളിച്ചു എന്ന് പറയുന്ന എന്ന നാമമാണ് ഞാൻ അതുമൂലം വിളിച്ചത്. എന്നിട്ട് ഞാൻ പുത്രിയായി വളർത്തു ഞാൻ ഇരിക്കും കാലത്തിങ്കൽ അത്ര നാരദൻ എഴുന്നള്ളിനാൻ ഒരു ദിനം. അപ്പോൾ ഞാൻ അങ്ങനെ പുത്രിയായിട്ട് ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം നാരദമുനി വരുന്നു. എന്നോട് മഹാമുനി താൻ അരുൾ ചെയ്താനപ്പോൾ നിന്നുടെ മകളായ സീത വൃത്താന്തം കേൾനീ. അപ്പോൾ പറഞ്ഞു, നീ നിൻ്റെ മകളായിട്ട് നീ വളർത്തിക്കൊണ്ടിരിക്കുന്ന സീതയുടെ കഥ നീ ശരിക്കും കേൾക്കൂ എന്ന് പറഞ്ഞിട്ട് നാരദമുനിയാണ് അത്ര ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. സീത ലക്ഷ്മി ദേവിയുടെ തന്നെ അവതാരമാണ് സീത എന്നും, രാമൻ എന്ന് പറയുന്നത് ഭഗവാൻ വിഷ്ണു ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശ്രീരാമചന്ദ്രൻ വരും, യോഗമായാദേവിയാണ് നിൻ്റെ മകളായ സീത എന്നുള്ള ആ ഒരു സത്യം വെളിപ്പെടുത്തി കൊടുക്കുന്നു. പരമാനന്ദമൂർത്തി ഭഗവൻ നാരായണൻ പരമാത്മാവാം അജൻ ഭക്തവത്സലൻ നാഥൻ ദേവകാര്യാർത്ഥം പങ്ക്തി കണ്ട നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ച രുദ്രാദികളർത്തിക്കയാൽ ഭൂമിയിൽ സൂര്യ അന്വയെ വന്നവതരിച്ചത് രാമനായി മായ മർത്യവേഷം പൂണ്ടറിഞ്ഞാലും. അപ്പോൾ പറയുന്നു, പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ തന്നെയാണ്, പരമാത്മാവാണ് രാമൻ, അജനാണ്, ഒരിക്കലും ജനിച്ചിട്ടില്ല, അജനാണ്. പിന്നെ എപ്പോഴും ഉള്ളത് പിന്നെ വീണ്ടും ജനിക്കണ്ടല്ലോ. ഭഗവാൻ നിത്യനാണെന്ന് പറയും, അജനാണെന്ന് പറയും. ഭക്തവത്സലനാണ്, നാഥനാണ്. ദേവകാര്യാർത്ഥം പങ്ക്തി കണ്ട നിഗ്രഹത്തിനായി ദേവകാര്യാർത്ഥം, ദേവന്മാർ ആവശ്യപ്പെട്ടതുകൊണ്ട് ഈ അസുരനായ പങ്ക്തികണ്ഠൻ രാവണനെ നിഗ്രഹത്തിനായി കൊല്ലാനായിട്ട് ദേവേന്ദ്രനും ഇന്ദ്രനും വിരിഞ്ചൻ എന്ന് പറയുന്ന ബ്രഹ്മാവാണ്, രുദ്രാദികൾ ചോദിക്കുക. അപ്പോൾ ഇന്ദ്രനും പിന്നെ ബ്രഹ്മാവും ശിവനുമൊക്കെ പോയി ചോദിച്ചു ഇങ്ങനെ രാവണൻ്റെ ആ ഒരു നിഗ്രഹത്തിന് വേണ്ടി, രാവണനെ കൊണ്ടുള്ള വിഷമങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ രാവണ നിഗ്രഹം നടത്തണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രനായിട്ട് അവതരിച്ചത് എന്നുള്ള ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, ഭൂമിയിൽ സൂര്യ അന്വയെ അവതരിച്ചത് രാമനായി മായ മർത്യവേഷം പൂണ്ടറിഞ്ഞാലും. അപ്പോൾ ഭൂമിയിൽ സൂര്യ അന്വയ എന്ന് പറഞ്ഞാൽ വംശം, സൂര്യവംശം, സൂര്യ അന്വയെ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കണം, അപ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അപ്പം രാമനായി മായാമർത്യവേഷം പൂണ്ടറിഞ്ഞാലും, അങ്ങനെ രാമനായിട്ട് മായാമർത്യവേഷം പൂണ്ടാണ് വന്നിരിക്കുന്നത്. യോഗേശൻ മനുഷ്യനായിടുമ്പോൾ ഇതുകാലം യോഗമായ ദേവിയും മാനുഷവേഷത്തോടെ, അങ്ങനെയാണ് രാമൻ മനുഷ്യനായിട്ട് ഇവിടെ അന്ന് അവതരിച്ചത്. യോഗമായാദേവിയും മാനുഷവേഷത്തോടെ ജാതയായത് തവ വേശ്മനി തൽക്കാരണത്താൽ എന്ന് പറഞ്ഞാൽ യോഗമായാദേവി ആണ് ഇവിടെ സീതയായിട്ട് അവതരിച്ചിരിക്കുന്നത്. മാനുഷവേഷത്തോടെ ജാതയായി ഇവിടെ ജനിച്ചു. തവ വേശ്മനി, തവ എന്ന് വെച്ചാൽ അങ്ങയുടെ
ഭവനത്തിൽ, വേശ്മിനി എന്ന് പറഞ്ഞാൽ ഭവനത്തിൽ, തൽക്കാരണത്താൽ, ഈ കാരണം കൊണ്ടാണ് വന്നത്. രാവണ നിഗ്രഹമാണ് ശ്രീരാമചന്ദ്രൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശാസ്ത്രങ്ങൾ, അവിടുത്തെ തത്വം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ശാസ്ത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് അസുരന്മാരെയൊക്കെ കൊല്ലുന്നതും ഇതൊക്കെ. അപ്പോൾ ഈ അസുരനും ദേവനും തമ്മിലുള്ള ആ ഒരു യുദ്ധം, ഇതൊക്കെ കാണിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ ആസുരിക ഭാവങ്ങൾ, അതായത് നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകളുമായിട്ട് നമ്മുടെ മനസ്സിൽ 2 തോട്ട്സും ഉണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഇത് രണ്ടും പരസ്പരം എപ്പോഴും യുദ്ധത്തിലാണ്. അതുകൊണ്ടാണ് അങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ അസുരാനിഗ്രഹം നടത്താൻ നമുക്കും കഴിയണം. അതായത് നെഗറ്റീവ് തോട്ട്സിനെ നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയണം. അതാണ് അവിടുത്തെ, അങ്ങനെയാണ് നിഗ്രഹം ചെയ്യുന്നത്. ഇത്തം നാരദൻ അരുൾ ചെയ്തു മറഞ്ഞിതു പുത്രിയായി വളർത്തിയതു ഭക്തി കൈക്കൊണ്ടു ഞാനും. അപ്പം നാരദൻ ഇങ്ങനെ പറഞ്ഞു, അതായത് അരുളി ചെയ്തു മറഞ്ഞു, ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നാരദൻ മറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പുത്രിയായി വളർത്തിയതു ഭക്തി കൈക്കൊണ്ട് ഞാനും ഈ മകളെ പുത്രിയായിട്ട് ഞാൻ വളർത്തി. സീതയെ ശ്രീരാഘവൻ എങ്ങനെ കൊടുക്കാവൂ, ചേതസി നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു. എന്നിട്ട് ഞാൻ വിചാരിച്ചു, എങ്ങനെയാണ് എൻ്റെ മകളായിട്ടുള്ള സീതയെ എങ്ങനെയാണ് രാഘവന് ഞാൻ കൊടുക്കുക, രാമനെ എങ്ങനെ കൊടുക്കും എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ട്, ചേതസി മനസ്സിൽ, നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു. അപ്പോൾ എങ്ങനെയാണ് എന്ന് അങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ, എന്നതോർത്തിരിക്കുമ്പോൾ ഒന്ന് മാനസേ തോന്നി പന്നഗവിഭൂഷണൻ തൻ അനുഗ്രഹശക്തിയാം മൃത്യുശാസന ചാപം മുറിച്ചിടുന്ന പുമാൻ ഭർത്താവാകുന്നത് മൽപുത്രിക്കെന്നൊരു പണം ചിത്തത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ ശക്തിയില്ലേതിനെന്ന് പൃഥ്വീബാലകന്മാരും. ഉദ്ധതഭാവമെല്ലാം അകലെ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയി അങ്ങടങ്ങിക്കൊണ്ടാരല്ലോ. അദ്ഭുത പുരുഷനാകും ഉൽപ്പല നേത്രം തന്നെ പ്രസാദത്താൽ എന്ന് സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ. അപ്പം എങ്ങനെയാണ് സീതയ്ക്ക് രാമനെ കല്യാണം കഴിക്കാൻ പറ്റുകയെന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു എന്ന് ജനകൻ പറയുന്നു. ആ സമയത്താണ് പന്നഗ വിഭൂഷണൻ, അതായത് പന്നഗ വിഭൂഷണൻ എന്ന് പറഞ്ഞാൽ ശിവൻ്റെ അനുഗ്രഹ ശക്തിയാൽ മൃത്യുശാസനം ശാപം കിട്ടി. ആ ശാപം മുറിച്ചിടുന്ന പുമാൻ മനുഷ്യൻ, അയാൾ ഭർത്താവാകുന്നത് മൽപുത്രി എന്ന് പറയുമ്പോൾ എൻ്റെ പുത്രിക്ക് അയാളായിരിക്കും ഭർത്താവാകുന്നത് എന്ന് മനസ്സിൽ നിരൂപിച്ചു, ചിത്തത്തിൽ നിരൂപിച്ചു വരുത്തി. നൃപന്മാരെ എന്നിട്ട് നിരൂപിച്ച് വരുത്തി നൃപന്മാരെ ശക്തിയില്ലിതിനെന്ന് പൃഥ്വീബാലകന്മാരും. അപ്പോൾ ഒരുപാട് രാജാക്കന്മാരെ വിളിച്ചു വരുത്തി, അതായത് സ്വയംവരത്തിന് വേണ്ടിയിട്ട് ഈ ശൈവചാപം മുറിക്കുന്നവർക്ക് എൻ്റെ മകളെ നൽകുമെന്ന് പറഞ്ഞു. പക്ഷേ എല്ലാവരും പൃഥ്വീബാലകന്മാർ, എല്ലാ രാജാക്കന്മാരും പറഞ്ഞു ഞങ്ങൾക്കിതിനുള്ള ശക്തിയില്ല എന്ന് പറഞ്ഞു പിന്മാറി. ഉദ്ധതഭാവമെല്ലാം അകലെ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയി അങ്ങടങ്ങിക്കൊണ്ടാരല്ലോ. അവരെല്ലാം പോയി, അവർക്ക് ഉള്ള മനസ്സിലെ അഹങ്കാരം എല്ലാം മാറി അവർ പോയി. അദ്ഭുത പുരുഷനാകും ഉൽപ്പല നേത്രം തന്നെ. അപ്പോൾ അത്ഭുത പുരുഷനായിട്ടുള്ള ഉൽപ്പല നേത്രൻ താമരക്കണ്ണൻ, അതായത് ശ്രീരാമചന്ദ്രൻ, വിഷ്ണുവിൻ്റെ അവതാരമായ ഭഗവാൻ തന്നെ പ്രസാദത്താൽ ഇന്ന് സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ. പറയണം അങ്ങയുടെ പ്രസാദത്താൽ, അതായത് അങ്ങയുടെ എന്ന് പറയുമ്പോൾ ഇവിടെ നാരദനുമായിട്ടാണല്ലോ സംസാരം. അപ്പോൾ നാരദൻ അങ്ങയുടെ പ്രസാദത്താൽ അങ്ങയുടെ പ്രസാദം കൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഈ ഭാഗ്യം കിട്ടി, അതായത് ശ്രീരാമചന്ദ്രനെ മകൾക്ക് കൊടുക്കാനുള്ള ഭാഗ്യം കിട്ടി എന്ന് പറയുന്നു. അപ്പോൾ സീതയെ താൻ ഭക്തിയോടെ വളർത്തി രാമനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആര് ശൈവചാപം മുറിക്കുന്നുവോ ആ വീരപുരുഷൻ തന്നെ തൻ്റെ പുത്രിക്ക് ഭർത്താവായിട്ട് വരും എന്നൊരു വ്യവസ്ഥയും മനസ്സിൽ വെച്ചു. അങ്ങനെ അഹന്തയൊക്കെ ശമിച്ച് ബുദ്ധി കെട്ട് മടങ്ങുകയാണ് ഉണ്ടായത് മറ്റു രാജാക്കന്മാർ. അങ്ങനെയാണ് ശ്രീരാമചന്ദ്രൻ വില്ലൊടിച്ച് ശൈവചാപം ഒടിച്ച് ഭഗവാൻ ശ്രീരാമൻ എന്ന സുന്ദരനെയാണ് എനിക്ക് എൻ്റെ മകളുടെ പുത്രിക്ക് ഭർത്താവായിട്ട് കിട്ടിയത്. അതുതന്നെ വലിയ ഭാഗ്യം എന്ന് പറയുന്നു. ഇനി ദർപ്പകസമനായ പുരുഷനെ നോക്കി പിൽപ്പാട് തെളിഞ്ഞ ഉര ചെയ്തിതു ജനകനും. പറയുന്ന ഒരു മനുഷ്യനായി ജനിച്ച
ചിൽപുരുഷനെ നോക്കി, ആ മഹാപുരുഷനായ സാക്ഷാൽ ഭഗവാന്റെ അവതാരത്തെ നോക്കി പിൽപ്പാട് തെളിഞ്ഞ് ഉര ചെയ്തത് ജനകന്. ജനകൻ ഇങ്ങനെ പറഞ്ഞു, ഉര ചെയ്യുക, പറയുക. അദ്യമേ സഫലമായി വന്നു മാനുഷജന്മം, അദ്യമേ സഫലമായി വന്നു അദ്യ എന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ ജന്മം സഫലമായി. ഖദ്യോതായുധ സഹസ്ര ഉദ്യോതരൂപത്തോടും ഖദ്യോത അന്വയെ പിറന്നോരു നെന്തിരുവടി വിദ്യുൽ സംയുതമായ ജീമൂതമെന്ന പോലെ ശക്തിയാം ദേവിയോടും യുക്തനായി കാൺക മൂലം ഭക്തവത്സല മമ സിദ്ധിച്ചു മനോരഥം. ഭക്തവത്സല മമ സിദ്ധിച്ചു മനോരഥം. രക്തപങ്കജ ചരണാഗ്രേ സന്തതം മമ ഭക്തി സംഭവിക്കണം, മുക്തിയും ലഭിക്കണം. ത്വൽപാദാംബുജഗളിതാംബു ബിന്ദുക്കൾ ധരിച്ച ഉൽപ്പലോദ്ഭവൻ ജഗത്തൊക്കെ സൃഷ്ടിക്കുന്നു. അപ്പോൾ പറയണത് ഇന്ന് എങ്ങനെയാണോ 1000 സൂര്യന്മാരോട് തുല്യമായിട്ടുള്ള രൂപത്തോടു കൂടി സൂര്യവംശത്തിൽ, അതായത് ഖദ്യോത എന്ന് പറയുമ്പോൾ സൂര്യൻ എന്നുള്ള അർത്ഥമാണ്. അന്വയം, ഖദ്യോത അന്വയം സൂര്യവംശത്തിൽ അവതരിച്ച ആളാണ് അങ്ങ് ശ്രീരാമചന്ദ്രൻ. ഇവിടെ പറയുന്നു, മേഘത്തിൽ മിന്നൽ എന്ന പോലെ ശക്തി സ്വരൂപിണിയായിട്ട് സീത ഒത്തുചേർന്നിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ അങ്ങയുടെ ചെന്താമരക്കുഴലുകളിൽ, അതായത് കാൽകളിൽ, കാൽകളിൽ എനിക്ക് എപ്പോഴും ഭക്തി ഉണ്ടാവണേ, അത് കൂടാതെ അതിലൂടെ മോക്ഷവും സിദ്ധിക്കണേ എന്ന് പറയുന്നു. എന്നിട്ട് വേറൊരു കാര്യം പറയുന്നത്, പാദാംബുജ ഗളിതാംബു ബിന്ദുക്കൾ ധരിച്ച്, അങ്ങയുടെ പാദത്തിൽ നിന്ന് വരുന്ന ഗളിതം എന്ന് വെച്ചാൽ ഉദ്ഭവിച്ച അമ്പു ബിന്ദുക്കൾ എന്ന് പറയുമ്പോൾ ജലബിന്ദുക്കൾ ധരിച്ച് ഉൽപ്പലോദ്ഭവൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ജഗത്തൊക്കെ സൃഷ്ടിക്കുന്നു. അപ്പോൾ ബ്രഹ്മാവ് ജഗത്തിനെ സൃഷ്ടിക്കുന്ന വിഷ്ണു ഭഗവാന്റെ കാലിലെ വെള്ളം, ആ ഒരു വെള്ളം എടുത്താണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പാദാംബുജ ഗളിത അമ്പുധാരണം കൊണ്ട് ഭൂഷണൻ ജഗത്തൊക്കെ സംഹരിക്കുന്നു. അങ്ങയുടെ പാദാംബുജ കാലിൽ നിന്ന് വരുന്ന അമ്പുധാരണം, അമ്പു എന്ന് പറഞ്ഞാൽ ജലം, ആ ജലത്തെ ധരിച്ചിരിക്കുന്നു. ആരാ ധരിച്ചത്? സർപ്പഭൂഷണൻ ശിവൻ തലയിൽ ഗംഗയെ ധരിച്ചിരിക്കുന്നു. എന്നിട്ട് ജഗത്തൊക്കെ സംഹരിക്കുന്നു ശിവൻ. പാദാംബുജ ഗളിതാംബുധാരണം കൊണ്ട് സൽപുമാൻ മഹാബലി സിദ്ധിച്ചാൻ ഐന്ദ്രപദം. അങ്ങയുടെ പാദാംബുജത്തിലൊന്ന് വന്ന വെള്ളം കൊണ്ടാണ്, ആ വെള്ളം തലയിൽ തളിച്ചുകൊണ്ടാണ് സൽപുമാൻ നല്ല ആളായ മഹാബലിയെ, ആ മഹാബലിക്ക് ഇന്ദ്രപദം നേടാൻ കഴിഞ്ഞത്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് അത് നേടിയത്. മഹാബലി ഇന്ദ്രപദത്തിന് അർഹനായത്. പാദാംബുജ രജസ്പൃഷ്ടി കൊണ്ട് അഹല്യയും കിൽബിഷത്തോടെ വേർപെട്ടു നിർമ്മലയായാൾ. അപ്പോൾ അങ്ങയുടെ പാദാംബുജത്തിൻ്റെ ആ ഒരു പൊടി ഏറ്റിട്ടാണ് എല്ലാ കിൽബിഷം പാപം, ആ പാപമെല്ലാം മാറിയിട്ട് അഹല്യയ്ക്കും മോക്ഷം ലഭിച്ചത് എന്ന് പറയുന്നു. പിന്നെ കിൽബിഷത്തോടെ വേർപെട്ടു നിർമ്മലയായാൾ നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ട് ബന്ധവും അകന്നു മോക്ഷത്തെയും ലഭിക്കുന്നു. ആ ഭഗവാന്റെ നാമം കൊണ്ട് എല്ലാ ബന്ധങ്ങളും, എല്ലാ ബന്ധവും ബന്ധനമൊക്കെ തീർന്ന് മോക്ഷത്തെ ലഭിക്കും. പിന്നെ സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമേ പാദപങ്കജദ്വയം. അപ്പോൾ അങ്ങയുടെ ഈ എല്ലാവരും തന്നെ, ഈ യോഗികളൊക്കെ തന്നെ അങ്ങയുടെ പാദങ്ങളാണ്, ഈ 2 പാദങ്ങളാണ് എപ്പോഴും സ്മരിക്കുന്നത്. അതും എനിക്ക് അതിനെ ആ ഒരു ചിന്ത എപ്പോഴും ഉണ്ടാവണേ. ഓരോന്നേ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈക്കൊണ്ട് കൊടുത്തിടിനാൻ മഹാധനം. അപ്പോൾ ഇനി ഇത്തം എന്ന് പറഞ്ഞ ഇപ്രകാരം ഓരോന്നേ ചൊല്ലിയിട്ട് സ്തുതിച്ചു, ജനകനും സ്തുതിച്ചു, ഭഗവാനെ സ്തുതിച്ചു. എന്നിട്ട് ഇതൊക്കെ ഇത്രയും സ്തുതിയാണ്, ഭഗവാനെ സ്തുതിക്കുന്നു, രാമനെ സ്തുതിക്കുന്നു ജനക മഹാരാജാവ്. എന്നിട്ട് ധാരാളം സമ്പത്തും ധനവും ഒക്കെയാണ് കൊടുത്തത് സീതയ്ക്ക് എന്ന് പറയുന്നു. ഇത്തം ഓരോന്നേ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈക്കൊണ്ട് കൊടുത്തിടിനാൻ മഹാധനം. കരികൾ 600 10,000 തേരും. കരി എന്ന് പറഞ്ഞാൽ ആന, 600 ആനയെ കൊടുത്തു ധനമായിട്ട് മകൾക്ക്. 10,000 തേര് കൊടുത്തു. തുരകങ്ങളെയും നൽകിയിടിനാൻ 100,000
പത്തിയും 1,00,300 ദാസികൾ 300 ദാസികളെയൊക്കെ കൊടുത്തയച്ചു എന്നാണ് പറയുന്നത്. വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം 100 കോടി കാഞ്ചന ഭാരങ്ങളും സീതാദേവിക്ക് കൊടുത്തിടിനാൻ ജനകനും. പ്രീതി കൈക്കൊണ്ട് പരിഗ്രഹിച്ചു രാഘവനും. വിധി നന്ദന പ്രമുഖന്മാരാം മുനികളെ വിധിപൂർവകം ഭക്തിയാ പൂജിച്ചു വണങ്ങിനാൻ. അപ്പോൾ 100 കോടി സ്വർണ്ണഭാരം കൊടുത്തു എന്നാണ് പറയുന്നത്. അത്രയും സ്വർണം കൊടുത്തു സീതാദേവിക്ക്. പിന്നെ ധാരാളം മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ എല്ലാം കൊടുത്തു. പ്രീതി കൈക്കൊണ്ട് പരിഗ്രഹിച്ചു രാഘവനും. അങ്ങനെ വളരെ സന്തോഷത്തോടെ പരിഗ്രഹം എന്ന് വെച്ചാൽ കല്യാണം ചെയ്തു എന്ന് വെച്ചാൽ അതെല്ലാം പരിഗ്രഹിച്ചു എന്ന് വെച്ചാൽ അതെല്ലാം വാങ്ങി ഒരു ധനമായിട്ട് സ്വീകരിച്ചു. വിധി നന്ദന പ്രമുഖന്മാരാം മുനികളെ വിധിപൂർവകം ഭക്തിയാ പൂജിച്ചു വണങ്ങിനാൻ. എല്ലാം വിധിപൂർവം മുനികളെയൊക്കെ വന്ദിച്ച് ഭക്തിയോടെ പൂജിച്ചു വണങ്ങി. സമ്മാനിച്ചത് സുമന്ത്രാദി മന്ത്രികളെയും സമ്മോദം പൂണ്ടു ദശരഥനും പുറപ്പെട്ടു. ഇതുകൂടാതെ സുമന്ത്രൻ തുടങ്ങിയ മന്ത്രികളെയും മകൾക്ക് ധനമായിട്ട് ജനകൻ കൊടുത്തു എന്ന് പറയുന്നു. എന്നിട്ട് സന്തോഷത്തോടെ ദശരഥനും പുറപ്പെട്ടു. സമ്മോദം പൂണ്ട് ദശരഥനും പുറപ്പെട്ടു. കൽമഷമകന്നൊരു ജനകനൃപേന്ദ്രനും തൻ മകളായ സീത തന്നെയും ആശ്ലേഷിച്ച് നിർമ്മലഗാത്രിയായ പുത്രിക്കു പതിവ്രത ധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴി പോലെ. അപ്പോൾ ആ സമയത്ത് മകളെ യാത്ര അയക്കുന്നു കല്യാണശേഷം. അപ്പോൾ ജനകൻ്റെ മനസ്സിൽ എല്ലാ കൽമഷവും ദുഃഖവും പാപവും എല്ലാം നീങ്ങി നൃപേന്ദ്രൻ ജനകരാജാവ് തൻ മകളായ സീതയെ ആശ്ലേഷിച്ചു. അങ്ങനെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ഇങ്ങനെ ആശ്ലേഷിച്ച് പിടിച്ച് വഴി യാത്ര അയക്കുമല്ലോ, അതുപോലെ നിർമ്മലഗാത്രിയായ പുത്രിക്ക് പതിവ്രത ധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴി പോലെ. പുത്രിക്ക് പതിവ്രത ധർമ്മം ഉപദേശിച്ചു എന്ന് പറയണം. അപ്പം നമ്മളൊക്കെ നമ്മുടെ മക്കൾക്കൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ അവർക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. എങ്ങനെയായിരിക്കണം നമ്മൾ ആ ഒരു കല്യാണ ശേഷമുള്ള ജീവിതത്തിന് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ പതിവ്രത ധർമ്മം, ഒരു ഭാര്യ എങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു കുടുംബം നടത്തേണ്ടത്, ഇതെല്ലാം ഇവിടുത്തെ തത്വം അതാണ്. ഇന്ന് നമ്മൾ അതെല്ലാം കുറച്ച് മറന്നിരിക്കും. നമ്മുടെ കല്യാണങ്ങളൊക്കെ ആഘോഷങ്ങളിലും വലിയ വലിയ എന്താ പറയുക ഓരോന്ന് നമ്മൾ ചെയ്തു ഇങ്ങനെ ഭയങ്കര ആഘോഷങ്ങളിലാണ്. പക്ഷേ എന്നാൽ ആഘോഷങ്ങൾക്ക് അപ്പുറം നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ മക്കൾക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്ത് ഒരു ജീവിതം എങ്ങനെ കൊണ്ടുപോകണം, വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതിനെക്കുറിച്ച്, ഒരു ഭാര്യ എങ്ങനെ ആയിരിക്കണം, ഒരു വീട്ടിൽ എങ്ങനെയായിരിക്കണം പ്രവർത്തിക്കേണ്ടത്, ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ അച്ഛനും അമ്മയ്ക്കും ബാധ്യതയുണ്ട്. അതെല്ലാം ഇല്ലാത്തത് കൊണ്ടാണോ എന്തോ ഇന്ന് ഒരുപാട് ബന്ധങ്ങളൊക്കെ തകരുന്ന ഒരു കാഴ്ചയും ഡൈവേഴ്സൊക്കെ കൂടുന്നതും ഒക്കെ നമ്മൾ കാണുന്നു. അപ്പോൾ പിന്നെ മനുഷ്യന് സ്വന്തം മനസ്സിനെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഭാര്യ ഭർത്താക്കന്മാരുള്ള ഒരു സമൂഹമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ കല്യാണമൊക്കെ വളരെ ആഘോഷപൂർവ്വം നടത്തും. പക്ഷേ കല്യാണമല്ലല്ലോ, അതിന് കഴിഞ്ഞുള്ള ഒരു ജീവിതമാണ് വളരെ പ്രധാനം. അതാണ് ഇവിടെ വഴി പോലെ പതിവ്രത ധർമ്മം ഉപദേശിച്ചു ജനകൻ എന്നാണ് പറയണ മകൾക്ക്. ധർമ്മതാരങ്ങളോടും കൂടവെ പുറപ്പെട്ടു. മൃദംഗ ആനക ഭേരി തൂര്യഘോഷങ്ങളോടും മൃദുനാദങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃംഗകാഹളങ്ങളും മദ്ദളം ഇടയ്ക്കകൾ ശൃംഗാരരസ പരിപൂർണ വേഷങ്ങളോടും ആനതേർ കുതിര കാലാളായി പടയോടും ആനന്ദമോടും മാതൃഭ്രാതാക്കളോടും. അപ്പോൾ ആ ഒരു വാദ്യഘോഷങ്ങളുടെയൊക്കെ ഒരു കാര്യങ്ങളാണ് പറയുന്നത്. കാഹളങ്ങളും മദ്ദളവും ഇടയ്ക്കയും വീണയും കുഴലുകളും ഒക്കെ ഭേരി വാദ്യഘോഷങ്ങൾ. പിന്നെ അതുകൂടാതെ ആന, തേര്, കാലാൾ, കുതിരപ്പട എല്ലാം ഉണ്ട്. ഇതെല്ലാമായിട്ടൊരു പടയായിട്ടാണ് അയോധ്യയിലേക്ക് പോകുന്നത്. ആനന്ദമോടും മാതൃഭ്രാതാക്കളോടും എല്ലാവരും ഉണ്ട്. ഫാമിലി മൊത്തമാണ് പോകുന്നത്. പിതൃക്കൾ, മാതാക്കൾ, സഹോദരന്മാർ, കൗശിക വസിഷ്ഠാദി താപസേന്ദ്രന്മാരായ ദേശികന്മാരോടും ഭൃത്യ അമാത്യാദികളോടും. കൗശികൻ, വസിഷ്ഠൻ തുടങ്ങിയ മുനിമാർ, പിന്നെ
ഭൃത്യന്മാർ, സേവകന്മാരും ഒക്കെ വരുന്നുണ്ട്. പിന്നെ അമാത്യന്മാർ, അതായത് മന്ത്രിമാർ വേഗമോട് അയോധ്യയ്ക്ക് അമ്മാറങ്ങ് തിരിച്ചപ്പോൾ ആകാശദേശേ വിമാനങ്ങളും നിറഞ്ഞതേ. അപ്പോൾ അയോധ്യയ്ക്ക് തിരിക്കുമ്പോൾ ആകാശത്തിൽ ധാരാളം വിമാനങ്ങൾ നിറഞ്ഞു എന്നാണ് പറയുന്നത്. സന്നാഹത്തോട് നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്ന് യാത്ര അയച്ചോരനന്തരം. അങ്ങനെ ജനക മഹാരാജാവ് ഇത്രയും സന്നാഹത്തോടുകൂടി നടന്നിടുന്നു, പിന്നാലെ ചെന്ന് യാത്ര അയക്കുന്നു മകളെ. വെൺകൊറ്റക്കുട തഴ ചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴും ആലവട്ടങ്ങളോടും. അവിടെയും വർണ്ണിക്കുന്നുണ്ട്. വെൺകൊറ്റക്കുടകൾ, വെൺചാമരങ്ങൾ, ആലവട്ടങ്ങൾ, ചെങ്കൊടിക്കൂറകൾ കൊണ്ട് അങ്കിത ധ്വജങ്ങളും കുങ്കുമ മലയജ കസ്തൂരി ഗന്ധത്തോടും. പിന്നെ ധാരാളം ചെങ്കൊടികളുടെ കാര്യം പറയുന്നു. കൊടിക്കൂറകൾ, കാവിക്കൊടികളാണ് ഉണ്ടാവുക. കൊണ്ട് അങ്കിത ധ്വജങ്ങളും, പിന്നെ കുങ്കുമം, മലയജം, ചന്ദനം, കസ്തൂരിഗന്ധം, ഇതെല്ലാം ഇതിൽ ഈ ഒരു ഒരുക്കങ്ങളും ആ ഒരു ഘോഷയാത്രയും ഒക്കെ പറയണം, അതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന്. ആ ഗന്ധം, അത്രയും വലിയ ഒരു ഘോഷയാത്രയായിട്ട് പോകുമ്പോൾ കുങ്കുമത്തിൻ്റെയും മലയജം എന്ന് പറഞ്ഞാൽ ചന്ദനമാണ്, കസ്തൂരിയുടെയും ഒക്കെ ഗന്ധവും. കാരണം ഒരുപാട് സന്നാഹങ്ങളും ഒരുക്കങ്ങളും നല്ല നല്ല അലങ്കാരങ്ങൾ, അഷ്ടദ്രവ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഗന്ധമൊക്കെ ആ അന്തരീക്ഷത്തിൽ നിറഞ്ഞു എന്നാണ് പറയുന്നത്. നടന്നു വിരവോട് 3 യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം. അങ്ങനെ അവർ 3 യോജന കടന്നു എന്നാണ് പറയുന്നത്. 8 മൈൽ ഏകദേശം കടന്നപ്പോൾ അങ്ങനെ പിന്നെയാണ് അടുത്ത ഒരു ഭാഗം, അതായത് ഗർവശമനത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെയാണ് പിന്നെ അവർക്ക് ആ വഴിമധ്യേ ഉണ്ടായ കുറച്ച് തടസ്സങ്ങളെക്കുറിച്ചും ഒക്കെ ഇവിടെ പറയുന്നു. അപ്പോൾ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. സീതാസ്വയംവരം ഇത്രയും ഭാഗം ഭഗവാൻ ശ്രീരാമചന്ദ്രന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ, ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം.